നമ്മൾ കുളിക്കേണ്ടത് ശരിക്കും വൈകുന്നേരമാണ്. 7 ശുദ്ധികളിൽ ഒരു ശുദ്ധിയേ ഉള്ളൂ ശരീരം. നമ്മൾ ശ്വസിക്കുന്ന വായു ശുദ്ധമാണെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുണ്ടോ? കഴിക്കുന്ന ഭക്ഷണം ശുദ്ധമാവണം, മജ്ജ ശുദ്ധമാവണം, രക്തം ശുദ്ധമാവണം, ചിന്തകൾ ശുദ്ധമാവണം, എൻ്റെ ബുദ്ധി ശുദ്ധമാവണം, വാക്ക് ശുദ്ധമാവണം, മനസ്സ് ശുദ്ധമാവണം, വാക്മന ചക്ഷു കണ്ണ് ശുദ്ധമാവണം. കണ്ണ് ശുദ്ധമാവണം എന്ന് പറഞ്ഞാൽ കണ്ണ് ക്ലീൻ ആവാന്നല്ല, കേൾക്കുന്നതിൽ ശുദ്ധമായതേ കേൾക്കാവൂ. അത് പല്ല് വെച്ചിട്ടും കുളിച്ചിട്ടും കാര്യമില്ല. മൃഗങ്ങൾ പല്ല് തേക്കാറില്ല തോന്നുന്നു. പക്ഷെ മൃഗങ്ങൾ ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ മസാല ചേർത്തിട്ടോ ഉപ്പ് ചേർത്തിട്ടോ പഞ്ചസാര ചേർത്തിട്ടോ അല്ലല്ലോ ഭക്ഷണം കഴിക്കുന്നത്. അതും നമ്മൾ കഴിക്കുന്ന ഫാസ്റ്റായിട്ട് ഒരു മൃഗവും കഴിക്കാറില്ല. നമ്മളിപ്പം അർജുനെയൊക്കെ കാണുന്ന വല്ല ക്ലീൻ ഷേവ് ഒക്കെ ആയിട്ടാണല്ലോ പടം കാണുന്നത്. കൃഷ്ണൻ അങ്ങനെയായിരുന്നു എന്ന് ഇപ്പം ആർക്കറിയാം? ശ്രീരാമൻ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ സോപ്പ് ഉപയോഗിച്ചിട്ടില്ല. ഇല്ല, മണ്ണ് ഉപയോഗിച്ചിരുന്നു. പണ്ട് നമ്മൾ പാത്രം കഴുകിയിരുന്നത് മണ്ണ് ഉപയോഗിച്ചിട്ടാണ്. മണ്ണും ചാരവും. പക്ഷെ ഇന്ന് ആ മണ്ണ് ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക്. ഡോക്ടർ TPS ABC ടോക്കിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ചിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ടോപ്പിക് കൊണ്ട് തന്നെയാണ്. ഈ മനുഷ്യൻ മാത്രം എന്തിനാണ് കുളിക്കുന്നത് അല്ലെങ്കിൽ പല്ല് തേക്കുന്നത്? ബാക്കി ഒരു ജീവിയും കുളിക്കുന്നില്ലല്ലോ. ശരിക്കും അത് ആവശ്യമുണ്ടോ? വളരെ കാലമായി സതീശ് മനസ്സിൽ കൊണ്ടുവരുന്നൊരു ചോദ്യമാണ്. എനിക്കും ഇതിന് ഉത്തരം. കുളിക്കാണ്ടിരിക്കാൻ ജസ്റ്റിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല. കുളിക്കാണ്ടിരുന്നാവും. കാക്ക കുളിച്ചാൽ കൊക്കാവുമോ എന്ന് കേട്ടില്ലേ? അതെ. സ്വന്തം ശരീരം ഓരോ ജീവിക്കും വ്യത്യസ്തമാണ്. പൂച്ച നല്ലപോലെ നക്കിത്തുടക്കുന്നതാണ്. ഇപ്പോൾ സതീശൻ കുളിക്കണം എന്നില്ല. നാവെല്ലായിടത്തും എത്തില്ല പോലെ. അല്ല, അതിന് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്താൽ മതി. അല്ല, ശരിക്കും ഉറങ്ങി എണീറ്റ് കഴിയുമ്പം കുളിക്കണം എന്നുള്ളൊരു ശരിക്കും ഉറങ്ങി എഴുന്നേറ്റ വേണ്ട. ശരിക്കും ഉറങ്ങി എഴുന്നേറ്റ കുട്ടികളെ രാവിലെ എന്ത് നല്ല സ്മെല്ലായിരിക്കും, എന്ത് മിനുസായിരിക്കും ശരീരം, എന്ത് നല്ല നൈർമല്യമായിരിക്കും, എന്ത് കുളിർമയായിരിക്കും കുട്ടികളെ. കണ്ടില്ലേ? നമ്മളൊക്കെ അങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ. പക്ഷെ അത് കഴിയുമ്പോൾ നമ്മുടെ ഉറക്കം ശരിക്കും നമ്മളെ ഫ്രഷ് ആക്കുന്നില്ല. ഉറക്കം ഫ്രഷ് ആക്കുകയാണെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റ് ഒട്ടനെ കുളിക്കുന്നത് മോശമാണ്. നമ്മൾ കുളിക്കേണ്ടത് ശരിക്കും വൈകുന്നേരമാണ്. ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ വീട്ടിൽ നമ്മൾ കിടന്നുറങ്ങി ഫ്രഷായിട്ട്, ഇപ്പം നല്ല എയർ കണ്ടീഷണറൊക്കെ ഉള്ള വീടാണെന്ന് വിചാരിക്കും. ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വേർക്കില്ലല്ലോ. പക്ഷെ അതൊന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ ചിലപ്പോൾ വേർത്ത് കഴിഞ്ഞാൽ കുളിക്കണം. വേർത്ത് കഴിഞ്ഞാൽ വേർപ്പ് മാറ്റാൻ വ്യത്യസ്തമായ മാർഗങ്ങളുണ്ട്. പക്ഷികൾക്ക് ചിറകടിച്ചാൽ വേർപ്പ് മാറും. അത് വേർക്കില്ല, കാരണം സുഷിരില്ല, ബോഡി വളരെ കുറവും ചിറക് വളരെ കൂടുതലാണ്. നമ്മളങ്ങനെയല്ല. ആന എത്ര നല്ല വെള്ളത്ത് കുളിപ്പിച്ചാലും ഉടനെ മണ്ണെടുത്ത് മേത്തിടും. കാരണം അതിൻ്റെ ശുചിത്വം എന്ന് പറയുന്നത് മണ്ണാണ്. പശുവിൻ്റെയൊക്കെ പുറത്തിരിക്കുന്ന പല മൃഗങ്ങളെയും കാക്ക വന്നിട്ടാണ് കൊത്തിയിട്ട് ക്ലീൻ ചെയ്യുക. നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചെറിയ പശുവിൻ്റെ പുറത്തൊക്കെ ഇരുന്ന് കാക്ക ഭക്ഷണം കഴിക്കും അസലായിട്ട്. അങ്ങനെയൊക്കെ നിന്ന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കുളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ശുദ്ധീകരണം എന്ന് പറയുന്നത് വ്യത്യസ്തമായ തരത്തിലാണ്. ചില പക്ഷികളൊക്കെ നല്ലപോലെ കുളിക്കും. വെള്ളത്തിൽ പോയിട്ട് നല്ലപോലെ ചിറകിട്ടടിക്കുന്നതാണ്. സ്ഥിരമായിട്ട് കുളിച്ചിരിക്കുന്നതാണ് മീൻ. കുളിക്കാത്ത ജീവനെ മാത്രം എന്തിനാ കാണണേ? സ്ഥിരമായിട്ട് വെള്ളത്തിലിരിക്കുന്ന മീനുകൾ കുളിക്കുന്നില്ലേ? പിന്നെ ഈ ഗന്ധം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവുന്ന വേർപ്പിൻ്റെ ഗന്ധം നമുക്കിഷ്ടമല്ല. ചില ജീവികൾക്ക് അതിൻ്റെ വേർപ്പ് ഇഷ്ടമാണ്. ചില മനുഷ്യന്മാർക്ക് വേറെ മനുഷ്യന്മാരുടെ വേർപ്പും ഇഷ്ടമാണ്. അതല്ലാത്തതുകൊണ്ടാണ് സെൻ്റൊക്കെ അടിച്ചു വരുന്നത്. ഓരോ ജീവികൾക്കും ഓരോ മനുഷ്യന്മാർക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളും അതിനനുസരിച്ചിട്ടുള്ള സ്മെല്ല് അറിയാനുള്ള കഴിവ്. നമ്മളേറ്റവും ദുർഗന്ധം എന്ന് വിചാരിക്കുന്ന ചീഞ്ഞളിഞ്ഞ് നാറിയിട്ടുള്ള ചില സ്ഥലത്താണ് ചില ജീവികൾ പോയിട്ട് മുട്ടയിടുന്നത്. അതിനേറ്റവും ബെസ്റ്റ് സ്ഥലം എന്ന് പറയുന്ന സ്ഥലമാണല്ലോ മുട്ടയൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല സ്ഥലത്തല്ലേ അവരുടെ കുട്ടികളെ വളർത്താനുള്ള സ്ഥലം. അവിടെയാണ് ആ കുട്ടികളെ വളർത്തുക. നമ്മളെ കുട്ടികളെ അവിടെ വളർത്താൻ പറ്റും. അപ്പം നമ്മൾ ദുർഗന്ധം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വലിയ ബെനിഫിഷ്യൽ ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മളെ നെഗറ്റീവ് എന്ന് പറയുന്നത് ചില ജീവികൾക്ക് ഹൈലി പോസിറ്റീവാണ്. ചില സ്മെല്ലുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാളും കൂടുതൽ കഴിവുള്ളതാണ് പട്ടികൾ. അതുകൊണ്ടല്ലേ പട്ടികളൊക്കെ മണം പിടിച്ചിട്ട് പിടിക്കാനൊക്കെ ആക്കുന്നത്. അപ്പോൾ ആ ഇന്ദ്രിയങ്ങൾക്ക് വലിയ കഴിവുള്ള ജീവിയാണ്. നല്ല ബുദ്ധിയുള്ളത്, നല്ല ഘ്രാണശക്തി, നല്ലപോലെ കാണാൻ ശക്തി ഒക്കെ വ്യത്യസ്തമാണ്. അപ്പം നമ്മൾ ക്ലീനായി എന്നല്ലേ ധാരണ കുളിച്ചു കഴിഞ്ഞാൽ. അല്ലേ? ഈ 2 ഫിംഗറിൻ്റെ ഈ ഇടയുണ്ടല്ലോ, ഒരു മൈക്രോസ്കോപ്പിലൂടെ ഒന്ന് നോക്കിയാൽ കാണാം എത്ര കോടിക്കണക്കിന് ജീവികളുള്ള സ്ഥലമായിരിക്കും നമ്മുടെ ഓരോ മുക്കും മൂലയൊക്കെ. ഈ നോസിൻ്റെയൊക്കെ സെൻറ്ററിലൊക്കെ നമ്മൾ ചിലപ്പോൾ എത്ര ക്ലീൻ ചെയ്താലും
അല്ലേ? എൻ്റെ അടുത്ത് മിസ്റ്റ് ഉണ്ട്, സാധനമുണ്ട്, അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കോട്ടൺ ഉപയോഗിക്കുന്നു. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ കാണാൻ പറ്റും ഇഷ്ടംപോലെ കാണാൻ പറ്റാത്ത ജീവികൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും ഉണ്ട്. നമ്മൾ മുടി മുറിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറേ ചോദ്യം ചോദിച്ചൂടെ? കുളിക്കേണ്ട കാര്യം മാത്രം തന്നെ ചോദിക്കണേ. ബാക്കി മൃഗങ്ങൾ ബ്ലേഡ് കണ്ടുപിടിക്കുന്നതിന് മുമ്പത്തെ അവസ്ഥ നമുക്ക് ഷേവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. നമ്മളിപ്പം അർജുനെയൊക്കെ കാണുന്ന വല്ല ക്ലീൻ ഷേവ് ഒക്കെ ആയിട്ടാണല്ലോ പടം കാണുന്നത്. കൃഷ്ണൻ അങ്ങനെയായിരുന്നു എന്ന് ഇപ്പം ആർക്കറിയാം? കവിയുടെ ഭാവനയാണോ? എല്ലാവരും ശ്രീരാമൻ. ഓരോ ജീവികൾക്കും അതിൻ്റെ പ്രകൃതി അനുസരിച്ചിട്ടാണ് രോമങ്ങളുള്ളതും രോമമില്ലാത്തതും. യാക്ക് എന്ന് പറയുന്ന ജീവിയും പശുവും കണ്ടാൽ ഏകദേശം ഒരുപോലെയാണ്. ആകെ വ്യത്യാസം എന്താ വെച്ചാൽ നിറയെ രോമമായിരിക്കും. നമ്മുടെ നാട്ടിലുള്ള പശു ഹിമാലയത്തിൽ ജീവിക്കണമെങ്കിൽ രോമം വേണം എന്നുള്ളത് കൊണ്ട് പ്രകൃതി കൊടുക്കുന്നതാണ്. ഓക്കെ, കുരങ്ങന്മാർക്കുണ്ടായിരുന്ന അത്രയും രോമം മനുഷ്യന്മാർക്കില്ലല്ലോ. ഇല്ല. അപ്പോൾ എന്തായാലും കുരങ്ങന്മാരുടെ ആ രോമത്തിനുള്ളിൽ ഇഷ്ടംപോലെ കൃമികീടങ്ങളൊക്കെ വന്ന് താമസിക്കും. അത് ചീർപ്പ് ഉപയോഗിച്ച് ചെയ്യുകയല്ലല്ലോ ചെയ്യുന്നത്. മറ്റൊരു കുരങ്ങനാണ് ഈ കുരങ്ങനെ ക്ലീൻ ആക്കുന്നത്. അന്യോന്യം ക്ലീൻ ചെയ്യായി. അല്ല, നമുക്കിപ്പോൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലുണ്ടായ കാര്യം, നമ്മളുടെ ഈ ഒരു ക്ലീൻനെസ് ഫ്രീക്നെസ് അല്ലെങ്കിൽ ക്ലീനിങ് ഫ്രീക്ക് അല്ലെങ്കിൽ എന്താ പറയുക, ക്ലീനോമാനിയ എന്ന് വിളിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളെ കൂടുതൽ രോഗിയാക്കുമല്ലേ? അല്ല, നമ്മളെ വി ഹാവ് ടു ബി നീറ്റ് ഇനഫ് ടു ബി ഹെൽത്തി. ആ നീറ്റ് ഇനഫ് ടു ബി ഹെൽത്തി എന്നുള്ളത്, ഇപ്പം ഞാൻ എൻ്റെ വീട് ക്ലീൻ ചെയ്യാൻ ഒരു സർവൻറ്റ് മെയ്ഡിനെ വിളിക്കുന്നു വിചാരിക്കും. അവരുടെ വീട് എത്ര ക്ലീനാന്നുള്ളത് വെച്ചിട്ടാണ് ഇവരെ മെഷർ ചെയ്യുക. ഇവിടെ എല്ലാം ക്ലീൻ ആണല്ലോ, എന്താ ചെയ്യാനുള്ളത്? പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മൾ ചിലപ്പം ക്ലീൻ ചെയ്യുന്ന ടിഷ്യൂ ഇട്ടിട്ട് നോക്കും ടേബിളിലുണ്ടോ. അത് നോക്കുമ്പോൾ കുറച്ച് ബ്ലാക്ക് കണ്ട ക്ലീൻ അല്ല എന്ന് പറയും. ആ ടിഷ്യൂ വെച്ച് നോക്കുന്നതുകൊണ്ടല്ലേ കാണുന്നത്, അല്ലേ? അപ്പം നമ്മൾ എത്രത്തോളം ക്ലീൻ ആണ്. ഇപ്പം എനിക്ക് ഒരു നല്ലൊരു ബ്ലാക്ക് തുണിയെടുത്തിട്ട് എൻ്റെ മുടി ഒന്ന് നോക്കിയാൽ അതിനകത്ത് വൈറ്റ് പൗഡർ ഉണ്ടെങ്കിൽ താരനുണ്ടെന്ന് ഞാൻ പറയും. അത് ഇടയ്ക്ക് ടെസ്റ്റ് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ്. അതുണ്ടായാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവൊന്നും പറയാൻ പറ്റില്ല. അത് അതുണ്ടെന്ന് വിചാരിക്കാം. പുറത്ത് കാണാണ്ടിരിക്കാൻ എന്ത് ചെയ്യും? നല്ലപോലെ എണ്ണ തേക്കും. എണ്ണ തേച്ചാൽ പിന്നെ പുറത്ത് കാണില്ലാതെ ഉള്ളിലുണ്ട്. തൽക്കാലം തന്നെ സബ്മിസ് ചെയ്യണം. അപ്പോൾ ഓരോരാളുടെയും ക്ലീൻനെസ് അവരുടെ ഒരു സ്കെയിലിന് വെച്ചിട്ട് മെഷർ ചെയ്യണം. കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ സോപ്പ് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. ഇല്ല, മണ്ണ് ഉപയോഗിച്ചിരുന്നു. സോപ്പ്. തുക്കടാജി മഹാരാജ് അമരാവതിയിലൊരു സ്ഥലമുണ്ട്. മഹാരാഷ്ട്ര അമരാവതി, ആന്ധ്ര അമരാവതി അല്ല. അവിടെ തുക്കടാജി മഹാരാജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ ആശ്രമത്തിൽ പോയി താമസിച്ചിട്ടുണ്ട്. അവിടെ സോപ്പില്ല, ഇപ്പോഴും മണ്ണാണ്. പണ്ട് നമ്മൾ പാത്രം കഴുകിയിരുന്ന മണ്ണ് ഉപയോഗിച്ചിട്ടാണ്. മണ്ണും ചാരവും. പക്ഷെ ഇന്ന് ആ മണ്ണ് ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക്. പക്ഷേ നമുക്ക് ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് അറിയാം. നമ്മളിവിടുത്തെ പരസ്യങ്ങൾ എന്താണ് 99.9 കീടാണുവിനെ നമ്മൾ കൊല്ലുന്നു, ശരീരത്തിലെ കീടാണു. എന്നിട്ട് കഴിക്കുന്ന കേടിൽ ഫുൾ കീടങ്ങൾ, ഇതിൽ ബാക്ടീരിയകളല്ലേ? ആ ബാക്ടീരിയ തന്നെയല്ല, ഈ പാത്രത്തിൽ ഈ കെമിക്കലാണല്ലോ ഇരിക്കുന്നത്. ആണ്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ സൂപ്പർ ക്ലീൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മിസ്റ്റർ ക്ലീൻ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, സാനിറ്റൈസർ ഉപയോഗിക്കുന്നു. അത് കെമിക്കൽ അല്ലേ? അതെ. അത് നമ്മൾ ഇങ്ങനെ ആക്കിയാലും എവിടെയും പോകുന്നില്ലല്ലോ. കഴുകുന്ന പോലെ അല്ലല്ലോ സാനിറ്റൈസർ. എന്നിട്ട് സാനിറ്റൈസർ ആണ് കഴുകുന്നതിനേക്കാളും മെച്ചം എന്ന് പറഞ്ഞ് നടക്കുന്നില്ലേ? അന്തരീക്ഷത്തിലേക്ക് പോകില്ലേ? അന്തരീക്ഷത്തിൽ പോവാത്ത കുറെ പൊടികൾ ഇതിനകത്ത് ഉണ്ടാവില്ലേ? അതിന്റെ ആൽക്കഹോളിക് കണ്ടന്റ് മാത്രമേ പോകത്തുള്ളൂ. ഞാൻ പറയുന്നത് അത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അത് കഴിഞ്ഞ് തുടക്കാന്ന് വിചാരിക്കും അപ്പം തന്നെ. അപ്പൊ ആ ടിഷ്യൂ നോക്കിയാൽ നമുക്ക് കാണാം. അല്ല, ഇപ്പൊ സതീഷിന്റെ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്, കുളിക്കണോ വേണ്ടേ എന്നുള്ളത്. ഞാൻ കുളിക്കണ്ടെങ്കിൽ വേണ്ട. നിങ്ങളുടെ പാർട്ട്ണർ സമ്മതിക്കണില്ലേ കുളിക്കണ്ട. അല്ല, നമ്മളിപ്പം നിങ്ങളുമായിട്ട് ആരിടപഴകുന്നു അവർക്കാണ് നിങ്ങൾ കുളിച്ചാലും കുളിച്ചില്ലെങ്കിലുള്ള കുഴപ്പം. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ കുളിക്കേണ്ടത്. പിന്നെ അല്ലാതെ പുറത്തുള്ള ആൾക്കാർക്ക് ബാത്തും ഷവറും രണ്ടാണ്, നമുക്ക് ഇത് രണ്ടും ഒന്നാണ്. എന്താണത്? ഷവർ എന്ന് പറഞ്ഞാൽ ഷവർ വെച്ച് കുളിക്കുക. ബാത്ത് എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ വെള്ളം നനച്ചിട്ട് അതിനകത്ത് ഇറങ്ങിയിരുന്ന് കുളിക്കുക. ബാത്ത് ടബാണ്, ഷവർ റൂമാണ്. അതുകൊണ്ടാണ് ബാത്ത് ടബിൽ നമ്മൾ രണ്ടും ഒന്നാണ്. അല്ല, 2-3 കാരണങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ നല്ല ബോഡി പെയിൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നല്ല സോൾട്ട് വാട്ടറിൽ നമ്മൾ കുറച്ച് സമയം കിടന്നാൽ മിക്കവാറും എല്ലാ 5 സ്റ്റാർ ഹോട്ടലുകളിലും അവർ സോൾട്ട് തരും. ആ സോൾട്ട് വെച്ചിട്ട് ബാത്ത് ടബിൽ കിടന്നു കഴിഞ്ഞാൽ കുറേ സുഖം കിട്ടും. നമ്മുടെ പോർസിൻ്റെ ഉള്ളിലൊക്കെ പോകും. അപ്പോൾ കടലിൽ കുളിക്കുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഫ്രഷ്നെസ് എന്ന് പറയുന്നത് നമുക്ക് നല്ലപോലെ ഷവർ എടുത്താൽ നല്ല ഫ്രഷ് ആവും. നല്ലപോലെ ബാത്ത് ടബിൽ നല്ല ഒരു വാം വാട്ടറിൽ കിടക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ മേക്ക് എസ് ഫ്രഷ്.
പക്ഷെ അത് എപ്പോൾ വേണം എന്നുള്ളത് രാവിലെ എഴുന്നേറ്റാൽ വേണോ, അല്ല കുറേ മിക്കവാറും ആൾക്കാർ രാവിലെ എഴുന്നേറ്റ് കുളിക്കും, എന്നിട്ട് പകൽ ഫുൾ തെണ്ടി നടന്നിട്ട് രാത്രി അതേപോലെ പോയി കിടന്നുറങ്ങും. അത് അതിനേക്കാൾ അപകടം. ശരിക്കും കുളിക്കേണ്ടത് വൈകുന്നേരമാണ്. നമ്മൾ ഡേർട്ട് എപ്പോഴുണ്ടോ അപ്പോഴാണ് കുളിക്കേണ്ടത്. എപ്പോഴാണ് കൈ കഴുകേണ്ടത്? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണോ കഴുകേണ്ടത്, മുമ്പാണോ എന്ന് ചോദിച്ചാൽ ഡേർട്ട് ഉണ്ടെങ്കിൽ മുമ്പ് കഴുകണം. ഇനി വേറൊരു കാര്യം ചോദിച്ചോട്ടെ, പല്ല് തേക്കേണ്ട എപ്പോഴാണ്? ഭക്ഷണത്തിന് മുമ്പാണോ ഭക്ഷണത്തിന്? രണ്ടും തേക്കണം. രണ്ടും തേക്കേണ്ട കാര്യമില്ല. ഇപ്പം ഇത് ചോദിച്ചതുപോലെ മൃഗങ്ങൾ പല്ല് തേക്കാറില്ല തോന്നുന്നത്. പക്ഷെ മൃഗങ്ങൾ ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ മസാല ചേർത്തിട്ടോ ഉപ്പ് ചേർത്തിട്ടോ പഞ്ചസാര ചേർത്തിട്ടോ അല്ലല്ലോ ഭക്ഷണം കഴിക്കുന്നത്. അതിലുപയോഗിക്കുന്ന കെമിക്കൽസ് ആണ് കുഴപ്പം. അതേപോലെ പച്ചക്കറി മാത്രം, അതും നമ്മൾ കഴിക്കുന്ന ഫാസ്റ്റായിട്ട് ഒരു മൃഗവും കഴിക്കാറില്ല. അതെ, ഭയങ്കര ആസ്വദിച്ചാണ് എല്ലാവരും ആസ്വദിച്ച് ചവച്ച് അരച്ച് അത് കഴിഞ്ഞ് നാവ് ഓരോ ഭാഗത്തും കൊണ്ടുപോയി സെൽഫ് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെയും അവർ കഴിക്കുക. നമ്മളങ്ങനെയല്ലല്ലോ. നമ്മളിത് ഗോഷ്ടി കാണിക്കരുതെന്ന് വിചാരിച്ചിട്ട് കുലുക്കിത്തുപ്പെന്ന ഒരു സ്വഭാവം പോലും ഇപ്പം ഇല്ല. സെൽഫായി അല്ലെങ്കിൽ ആരോഗ്യമായി ജീവിക്കാൻ അറിയാത്തൊരു ജീവിയാണ് മനുഷ്യൻ എന്നൊരു ചൊല്ലുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ മനുഷ്യരിൽ ചിലർ സമാധിയാകുക എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ സ്പിരിച്വലായി അതിവിശുദ്ധനായി ഗുരുവായി ഒക്കെ മാറിയതിന് ശേഷം കിട്ടുന്ന ഒരു വലിയ സിദ്ധിയാണ് സമാധിയാകുക. ഉള്ളിലേക്കും പുറത്തേക്കുമുള്ള ശ്വാസക്രമത്തെ അതിസൂക്ഷ്മമായി ക്രമീകരിച്ച് സ്വയം ജീവൻ വേണ്ട എന്ന്, അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് മാറിപ്പോകാനുള്ള ഒരു ശേഷിയാണ് നമ്മൾ സമാധിയായി എന്നൊക്കെ. ഇപ്പം ശ്രീനാരായണ ഗുരു സമാധിയായി, അല്ലെങ്കിൽ അങ്ങനെ മഹാന്മാരെ പറ്റിയാണ് നമ്മൾ സമാധിയായി എന്ന് പറയുക. പക്ഷെ ഞാൻ കേട്ടിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ലോകത്ത് സമാധിയാകുന്നൊരു ജീവിയുണ്ട്. പ്രായമായാൽ ഒരു സ്ഥലത്തേക്ക് മാറിപ്പോയി കാട്ടിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയി സമാധിയാകുന്നൊരു ജീവിയാണ് കുരങ്ങെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ മനുഷ്യരും ഇത്തരം മറ്റ് ജീവികളുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ജീവബോധ തലത്തിൽ മനുഷ്യൻ മറ്റു മൃഗങ്ങളെക്കാൾ വളരെ താഴെയാണെന്ന് തോന്നുന്നു. എന്താ TPSന്റെ അഭിപ്രായം? സമാധിയായി എന്നിപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്, മരണം അറിഞ്ഞ് എൻ്റെ സമയമായി എന്നറിഞ്ഞ് ഇരുന്ന പൊസിഷനിൽ മരിക്കുന്നതിനാണ് സമാധിയായി എന്ന് പറയാം. ശ്രീനാരായണ ഗുരു അങ്ങനെയല്ല. പക്ഷെ നമ്മളെ ബഹുമാനം കൊണ്ട് ശ്രീനാരായണ ഗുരു സമാധിയായി എന്ന് പറയുന്നതാണ്. സമാധിയായ കുറേ ആൾക്കാരെ നമുക്കറിയാം. അവർ ചമർമടഞ്ഞിരുന്ന് ഞാൻ മരിക്കുകയാണ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് മരിക്കുന്നതാണ്. ആ ലെവലിലേക്കൊക്കെ എത്തണമെങ്കിൽ സ്പിരിച്വലി വളരെ ഹൈ പൊസിഷനിൽ എത്തണം. അതുകൊണ്ട് സ്പിരിച്വലി ഹൈ പൊസിഷനിലുള്ളവരെ നമ്മൾ സമാധി എന്ന വാക്കിലാണ് അറിയാം. അല്ലെങ്കിൽ തീപ്പെട്ടു പോയി എന്ന് രാജാധികാരികൾക്കും, ചത്തുപോയി എന്ന് സാധാരണ മനുഷ്യന്മാർക്കും, കാഞ്ഞുപോയി എന്ന് ദേഷ്യമുള്ളവരോടും, അങ്ങനെ വ്യത്യസ്തമായ കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിത തന്നെയുണ്ട്, മരണം പലവിധം ജന്മം കുറച്ചു വിധം മാത്രമേ ഉള്ളൂ എന്നുണ്ട്. അപ്പം ജീവിതത്തിൽ എന്താണ് നമുക്ക്, ഏത് ലെവലിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നനുസരിച്ചിട്ടാണ് മരണത്തെ നമ്മൾ നോക്കിക്കാണുന്നത്. അന്ധകാലേച്ച മനസ്സേ സ്മരേണ്ടെന്നാണ് ഭഗവാൻ പറയാറുള്ളത്. അവസാന കാലത്തു കൂടി എന്നാണ് അർത്ഥം. എല്ലാ സമയത്തും നമ്മൾ ആ ഒരു ലെവലിലേക്ക് നീങ്ങിയാൽ നമുക്ക് നല്ല സുഖമരണം കിട്ടും. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ജീവിതം എങ്ങനെ കൊണ്ടു നടക്കണമെന്ന് കൃത്യമായിട്ട് അറിയണം. അതിൽ ഈ പറഞ്ഞ ശാരീരികമായിട്ടുള്ള ശുദ്ധിയല്ല, മാനസികമായിട്ടുള്ള ശുദ്ധിയാണ് വല്ലാണ്ട് അലട്ടുക. അല്ല, ഇവിടെ ശാരീരികമായ ശുദ്ധി ഉണ്ടെങ്കിലേ മാനസിക ശുദ്ധി വരത്തുള്ളൂ. രണ്ടും ശരീര മനസ്സോ യോഗ പരസ്പരമനുവ്രജേത് ആധാര ആധേയ ഭാവേന തപ്താജ്യ ഘടയോരിവാന്നാണ്. മനസ്സ് ശുദ്ധമാവാൻ വേണ്ടിയിട്ടാണ് ശരീരം ശുദ്ധമാവുന്നത്. നമ്മൾ ഒരു ഫ്രഷ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സാണ് ഫ്രഷ് ആവുന്നത്. നമ്മളിപ്പോൾ പൊതുവെ നമ്മൾ അവധൂതരെ പറ്റിയൊക്കെ പറയാറുണ്ട്. ഇപ്പം ജാതിയോ മതമോ ഒന്നും ഇല്ലാതെ അവധൂതരായി നിൽക്കുന്ന പല മനുഷ്യരുണ്ട്. ഇപ്പം പ്രഭാകര സിദ്ധയോഗികളും ഒക്കെ അങ്ങനെ ഉള്ള ആൾക്കാരാണ് വളരെയേറെ. അദ്ദേഹം സമാധിയായ സ്ഥലമുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇവരൊക്കെ ഏറ്റവും സ്പിരിച്വലി ഹൈ പേഴ്സണാണ്. അവരും തൊട്ടാൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തരും, നമ്മുടെ ബ്ലോക്കുകളെല്ലാം, അങ്ങനെ ഒരുപാട് വിശ്വസിക്കാവുന്നതും അവിശ്വസനീയമായ കഥകളുണ്ട്. പക്ഷെ അവർ കുളിക്കാറില്ല, ഡ്രസ് ഇടാറില്ല, ഭക്ഷണം നമ്മൾ കഴിക്കുന്നതല്ല കഴിക്കുക. അപ്പോൾ മൈക്രോബയോട്ടിക്സ് മാക്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാവും എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഭക്ഷണവും കൂടിയാണ്. അപ്പോൾ ഭക്ഷണക്രമം വേണം, താമസം എങ്ങനെയാണ്, ചിന്തകൾ എങ്ങനെയാണ്, നമ്മൾ ആരുമായിട്ട് ഇടപഴകുന്നു, ഇതൊക്കെ അനുസരിച്ചിട്ടാണ്. നമ്മളിപ്പോൾ രാവിലെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ പലരോടും ദേഷ്യം തോന്നേണ്ടി വരും. അപ്പോൾ നമ്മുടെ മനസ്സ് കലുഷിതമാവുമ്പോൾ അതിൻ്റെ ഒരു റിപ്രൊഡക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും മറ്റുള്ളവരടുത്ത് പെരുമാറുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ വ്യാപഹാരിക ലോകത്താണല്ലോ ജീവിക്കുന്നത്. ആ വ്യാപാരമുള്ള ഒരാൾക്ക് അവരുടെ തൊഴിൽ, ഇതൊക്കെ നമ്മളുടെ അടിച്ചേൽപ്പിക്കുന്ന കുറേ ചിന്തകളുണ്ട്. ഇതൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് സ്പിരിച്വലി ഹയർ ആവാൻ സാധിക്കുക.
അല്ല, അവിടെ ശരീരശുദ്ധി എന്ന് പറയുന്നത് മനഃശുദ്ധിയൊക്കെ TPS എല്ലാം ശരിയാണ്. അപ്പൊ ഇവർക്ക് സപ്തശുദ്ധി എന്നാ പറയും. അല്ല, ഞാൻ പറഞ്ഞ ഈ അവധൂതർ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഗുരുക്കന്മാര് അല്ലെ സ്വാമിമാര്, അവര് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ വീടുകളിൽ ചിലപ്പോൾ ഒരു ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഇരിക്കുന്നത് കാണാറുണ്ട്. പക്ഷെ അവർക്ക് ഈ അവരുടെ ശരീരത്തിന് നമ്മൾ ഈ കാണുന്ന ശുദ്ധി, ശരീരത്തിന്റെ ശുദ്ധി എന്ന് പറയുന്നത് 7 ശുദ്ധികളിൽ ഒരു ശുദ്ധിയേ ഉള്ളൂ ശരീരം. പ്രാണം, അപാനം, ഈ വായു, നമ്മൾ ശ്വസിക്കുന്ന വായു ശുദ്ധമാവണം. നമ്മൾ ശ്വസിക്കുന്ന വായു ശുദ്ധമാണെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുണ്ടോ? കഴിക്കുന്ന ഭക്ഷണം ശുദ്ധമാവണം, മജ്ജ ശുദ്ധമാവണം, രക്തം ശുദ്ധമാവണം, ചിന്തകൾ ശുദ്ധമാവണം, എൻ്റെ ബുദ്ധി ശുദ്ധമാവണം. പ്രാണാപാന വ്യാനോധാന സമാനാമേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജാവി പത്മ ഭൂയാസംഗ സ്വാഹ. വാക്ക് ശുദ്ധമാവണം. കേൾക്കുന്നത് ശുദ്ധമായാലേ വാക്ക് ശുദ്ധമാവുള്ളൂ. വാക്ക് ശുദ്ധമാവണം, മനസ്സ് ശുദ്ധമാവണം, വാക്മന ചക്ഷു, കണ്ണ് ശുദ്ധമാവണം. കണ്ണ് ശുദ്ധമാവണം എന്ന് പറഞ്ഞാൽ കണ്ണ് ക്ലീൻ ആവുമെന്നല്ല, ഞാൻ കാണുന്നതിലൊക്കെ ശുദ്ധത മാത്രം കാണാൻ സാധിക്കണം. കേൾക്കുന്നതിൽ ശുദ്ധമായതേ കേൾക്കാവൂ. ആ ലെവലിലേക്ക് അവർ പോവാം. നമ്മൾ കേൾക്കുന്നതൊക്കെ പൊട്ടയായിരിക്കും ചിലപ്പോൾ. വെറുതെ പല്ല് വെച്ചിട്ടും കുളിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ അത് കേവലമായ ചെറിയ ശുദ്ധി മാത്രമാണ്. 7 ശുദ്ധികളിൽ ഒരു ശുദ്ധി മാത്രമാണ്. ബാക്കി എല്ലാ ശുദ്ധികളും അന്നമയ, പ്രാണമയ. അന്നമയ എന്ന് പറഞ്ഞാൽ ശരീരം, പ്രാണമയ പ്രാണൻ, മനോന്മയ മനസ്സ്. വിജ്ഞാനം ശുദ്ധമാവണം, അറിവ് ശുദ്ധമായിട്ടുള്ള അറിവാവണം. നമുക്ക് കിട്ടുന്ന അറിവുകളൊന്നും ശുദ്ധമല്ല, പലതും അശുദ്ധമായ അറിവുകളാണ്. അന്നമയ, പ്രാണമയ, മനോന്മയ, വിജ്ഞാനമയ, ആനന്ദമയ കോശമേ ശുദ്ധ്യന്താം. ആനന്ദമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ആനന്ദം കിട്ടണം. നമ്മൾ ഈ അടിപൊളി പാട്ടുകളും ഒക്കെ കഴിഞ്ഞാൽ പ്രകമ്പനങ്ങൾ കൊള്ളുന്ന സംഭവങ്ങളൊക്കെ കേൾക്കുക, അല്ലെങ്കിൽ കാണുന്ന സിനിമകളും ഡാൻസുകളും ഒക്കെ അശുദ്ധമായിട്ടുള്ള ദുഃഖം ചേർന്നിട്ടുള്ളതാവും. അപ്പോൾ എങ്ങനെ നമുക്ക് സുഖം കിട്ടുക? അപ്പം നമ്മൾ ഇന്ദ്രിയങ്ങൾ എവിടെയാണോ ശ്രദ്ധിക്കുന്നത് അത് കിട്ടുമ്പോഴാണ് നമുക്കത് കിട്ടുക. അതുകൊണ്ടാണ് നമ്മുടെ യോഗയിൽ പറയുന്നത് യമ, നിയമ, ആസന. യമം എന്ന് പറഞ്ഞാൽ തന്നെ നോൺ വയലൻസ്. മനസ്സിന് നോൺ വയലൻ്റ് ആവണം. എവിടെ വയലൻസ് നടന്നാലും എൻ്റെ ഹാർട്ട് ബീറ്റ് മാറരുത്. ആ പ്രഷർ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമ്പോഴേ ഞാൻ പിന്നെ നോൺ വയലൻസ് എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ ലെവലിലേക്ക് എത്തുള്ളൂ. അതെല്ലാവർക്കും പറ്റുന്നതല്ലല്ലോ. അല്ല, അത് ഈ ജപവും പ്രാർത്ഥനയിലും ഒക്കെ സാക്ഷി ഭാവത്തിലെത്തുക എന്ന് പറഞ്ഞൊരവസ്ഥ ഇതൊക്കെ പറയുന്നതല്ലേ ഉള്ളൂ. ആ ആഗ്രഹം ഉണ്ടാവുന്നത് തന്നെ പൊല്യൂഷനാണ്. ഞാൻ മെഡിറ്റേറ്റ് ചെയ്യണം എന്നൊരു ദുരാഗ്രഹം മനസ്സിലുണ്ടായാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഐ ആം നോട്ട് മെഡിറ്റേറ്റിംഗ്. അതുകൊണ്ട് മെഡിറ്റേഷൻ പഠിക്കാൻ പോകുമ്പോൾ തന്നെ യു ആർ ബിക്കം എ നോൺ മെഡിറ്റേറ്റർ. ആകെ കുടുങ്ങുമല്ലോ ഇത്. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്യുന്നതിനാണ്. മുമ്പ് നമ്മൾ ഈ കുരങ്ങ് സമാധിയാവുന്നതിനെ പറ്റി സംസാരിച്ചപ്പം TPS പറഞ്ഞൊരു കാര്യം, നമ്മൾ ജീവിതത്തിൽ മരിക്കാൻ പഠിക്കണം അല്ലെങ്കിൽ എന്നുള്ളതാണ്. ഈ മറ്റ് ജീവികൾക്കൊക്കെ ആ സിദ്ധി ഉണ്ടോ? എല്ലാ ജീവികൾക്കും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പിരിച്വലി ഹയറായിട്ട് നമ്മളതിനെ സെൻസ് കോൺഷ്യസ് ആവുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, മെഡിറ്റേറ്റ് ചെയ്യാണ് എന്നുള്ള ബോധം എനിക്കുണ്ട്. അതില്ലാതെ മെഡിറ്റേറ്റ് ചെയ്യുന്ന പലരും ഉണ്ട്. അതുപോലെയാണ് ജീവികൾ. അവർ പലതും ചെയ്യുന്നുണ്ട്. അവർക്ക് അതിൻ്റെ അറിവ് എന്ന് പറയുന്നത് അളക്കാനുള്ളൊരു സ്കെയിലില്ല, അതിനെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. അവർ ജീവിക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ അടുത്ത് ഒരാൾ മുമ്പ് മെഡിറ്റേഷനെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഗോവിന്ദൻകുട്ടി ഒരു കാര്യം ചെയ്യും, ദിവസം 1/2 മണിക്കൂർ പിന്നിലേക്ക് നടക്കുന്നു. ഞാൻ വെച്ചു, അപ്പോൾ അങ്ങനെ മെഡിറ്റേഷനാണ്, നടന്നു നോക്കാൻ പറഞ്ഞു. ഞാൻ നടന്നു നോക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് ഈ നടപ്പല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാനോ ശ്രദ്ധിക്കാനോ പറ്റത്തില്ല. അപ്പോൾ അത് മെഡിറ്റേഷനായി. അല്ല, നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ലോകത്തിലെ ഏറ്റവും സൈലന്റ് ആയിട്ടുള്ള സ്ഥലം ഏതാണെന്നറിയോ? പോയി അറിയില്ല. ബെൽ ലാബ്സ്. ബെൽ ലാബ്സിൽ നമ്മുടെ ഓരോ കീബോർഡിന്റെ സൗണ്ട്, സ്പീക്കറിന്റെ സൗണ്ട്, ഫോണിന്റെ റിംഗ് സൗണ്ട്, ഇതൊക്കെ നോക്കിയയുടെ ലാബാണ് ബെൽ ലാബ്സ്. അവിടെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അവിടെ ഫുൾ സൈലന്റ് ആയിട്ടുള്ള ലോകത്തിലെ ഒരു സ്ഥലം എന്ന് പറയുന്നത് ലാബാണ്. ഇപ്പൊ നമ്മൾ പല ശബ്ദം ലാബാണ്, അത് ലാബാണ്, ബെൽ ലാബ്സ് എന്ന് പറയുന്ന ലാബാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി നീയായിരിക്കും. ആ സൈലൻസിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ കേൾക്കാന്നറിയോ? എൻ്റെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ശബ്ദം കേൾക്കും. അപ്പൊ അത് അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്ന റൂമാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ കൈ ഇങ്ങനെ മാറ്റുന്നില്ലേ, ആ മാറ്റുന്ന സമയത്ത് അതിനുള്ളിൽ ഓരോ നെർവുകളും ഓരോ എല്ലും എൻ്റെ ബ്രെയിനുകൾ, എൻ്റെ കണ്ണ് അടയുന്ന പോളെ അടയുന്നതും തുറക്കുന്നതും 30 സെക്കൻഡ് ഒരു മനുഷ്യൻ അവിടെ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അവൻ ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തിയാണ്. ഇതൊരു പുതിയ അറിവാണ്. അതിനു മുമ്പ് ചത്തുപോകും അയാൾ. എന്ത് കേട്ടിട്ടാ മരിക്കാന്നറിയോ? ഉള്ളിലുള്ള രക്തത്തിൻ്റെ ഓട്ടം എന്ന് പറയുന്നത് ലോകത്തിൽ പ്രളയം വരുന്ന സമയത്തോ സുനാമി വരുമ്പോഴൊക്കെ നമുക്കൊരു ഭാവം ഉണ്ടാവില്ലേ? ആ ഭാവം നമ്മുടെ മനസ്സിൽ പോകുമ്പോൾ
നമ്മളിപ്പം വായ തുറക്കുന്ന സമയത്ത് ഉള്ളിൽ സലൈവ പോകുന്ന ശബ്ദമില്ലേ, അതൊക്കെ വലിയ ഇടി മിന്നലിന്റെ സൗണ്ട്. എൻ്റെ ദൈവമേ, എന്തിനാണ് ഉണ്ടാക്കിയേക്കണേ? അത് ഈ സൗണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഈ എക്കോ ടെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഹാർട്ടിന്റെ നമ്മുടെ തന്നെ ഹാർട്ട് ബീറ്റ് നമ്മളൊന്ന് കേട്ട് കഴിഞ്ഞാൽ ടപ്പ് ടപ്പ് ഏത് സൗണ്ടിലാണ് കേൾക്കാന്നറിയോ? നല്ല ശരിക്കും ഒരു വേറൊരു സൗണ്ടൊക്കെ. അത് അവിടെ നിന്ന് അവിടെ 30 സെക്കൻഡ് 29 സെക്കൻഡിലധികം ഒരാൾക്കും ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ട് നിൽക്കാൻ പറ്റും. അവൻ ഭ്രാന്തനാവും. ഇത് എവിടെയാണ് ഈ ബെൽ ലാബ്സ്? ബെൽ ലാബ്സ് അമേരിക്കയില് വളരെ ഫേമസ്. അവിടെ എങ്ങനെയാ കയറണേ? ചെവിയൊക്കെ മൂടിയിട്ട് ഇല്ല, അത് ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. അതിന്റെ എക്യുപ്മെന്റ്സ് വെച്ച് ഒരാളും അതിനകത്ത് ഇരിക്കില്ല, മനുഷ്യൻ കയറില്ല. അതിനകത്ത് ഒരാൾക്കും പറ്റില്ല. ബെൽ ലാബ്സിൽ പോയിട്ട് ഒരാൾക്ക് 30 സെക്കൻഡ് ജീവിക്കാൻ പറ്റുകയാണ്. ഇപ്പൊ ഒന്നുകിൽ ഭ്രാന്തൻ അല്ലെങ്കിൽ ശവമായിട്ട് പുറത്തു വരും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ സൈലൻസ് മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്ന മണ്ടത്തരം പറയുന്ന ഒരാള് ഈ പ്രാപഞ്ചിക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് മറക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഐ എം എ സൈലൻസ് മാസ്റ്റർ ഫ്രം ഹിമാലയൻ ട്രഡീഷൻ. നമ്മൾ ഈ സൈലൻസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചു വന്നത് എന്ത് ഈ സൈലൻസ് നമ്മൾ തപ്പിക്കണ്ടുപിടിക്കണം. നമ്മൾ ഈ ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ടല്ലേ? ശരിക്കും നമ്മൾ കേൾക്കാത്തത് കൊണ്ടാണ്, അത് കേൾക്കുന്നതാണ്, ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ആ ശ്രദ്ധ നമ്മളുണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ, പിന്നോട്ട് നടക്കുമ്പോൾ ശ്രദ്ധ. ഞാൻ കവിന്ന് കിടക്കുന്ന സമയത്ത് ഡോക്ടർ TPS മെഡിറ്റേഷൻ നടിച്ചാൽ കാണാം. ഞാൻ മെഡിറ്റേഷൻ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ ബ്രീത്തിങ്ങിന്റെ എൻജോയ്മെന്റ് നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ യു ആർ എ മെഡിറ്റേറ്റർ. നമ്മൾ കുട്ടികൾ കിടക്കുന്ന സമയത്ത് വയറ് പൊങ്ങുണ്ടാവും ചെയ്യുന്നില്ലേ, നമ്മുടേതും ആവുണ്ട് അങ്ങനെ. നമ്മൾ അറിയാത്തതുകൊണ്ടാണ്. നമ്മൾ കമിന്ന് കിടക്കാന്ന് വിചാരിക്കുക, അപ്പം നമ്മുടെ ബെല്ലി പോകുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. അതിൽ മാത്രം ശ്രദ്ധിക്കാൻ സാധിച്ചാൽ നോസ്റ്റിൽസിൽ നിന്നും എയർ ഉള്ളിലേക്ക് പോകുന്നതും ഒക്കെ എനിക്ക് കൺട്രോൾ ചെയ്യാനും അത് മാത്രം ശ്രദ്ധിക്കാനും പറ്റുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് വി ബിക്കം എ റിയൽ മെഡിറ്റേറ്റർ. അത് വേറൊരാളുടെ കൺട്രോളിലല്ല, എൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോകുമ്പോഴാണ്. ആ ഉള്ളിലേക്ക് പോകുന്ന അവസ്ഥ നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ലാബിൽ പോകാന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നു. അപ്പം TPSന്റെ അറിവിൽ മറ്റു മൃഗങ്ങൾക്ക് ഇതേ സിദ്ധിയുള്ള കുറേ മൃഗങ്ങളുണ്ട്. എല്ലാ മൃഗങ്ങൾക്കും ഒരു ലെവലിൽ ഒരു സ്കെയില് ഡിഫറെൻ്റ്. അതാണ് ഞാൻ ഒറ്റ വാക്കിൽ ഉദ്ദേശിച്ചത്. ഓരോരാളുടെയും സ്കെയില് ഡിഫറെൻ്റ് ആണ്. എൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ക്ലീൻനെസ്സിന് എനിക്കൊരു സ്കെയിലുണ്ട്, മറ്റൊരാൾക്കൊരു സ്കെയിലുണ്ട്. ഞാൻ വളരെ റിച്ച് ആയിട്ടുള്ള ഒരാളുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് ചെയ്ത ഒരാൾ ഒരു ഇൻ്റർവ്യൂവർ വന്നിട്ട് പറഞ്ഞു, അയാൾ ക്ലീൻ മനുഷ്യനാണ്. അപ്പോൾ ഇൻ്റർവ്യൂവർ ഒരു പ്രസ് റിപ്പോർട്ടറാണ് വന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ കാണിച്ചു തരാം. സർവൻ മേഡിൻ്റെ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് WCയിൽ അയാൾ കൈയിട്ടു സ്മെല് ചെയ്യാൻ പറഞ്ഞു. സോപ്പിൻ്റെ സ്മെല്ലായിരിക്കും. അങ്ങനെ ക്ലീൻ ചെയ്യുന്ന വ്യക്തിയാണ്. സ്വന്തം ബാത്റൂമും ടോയ്ലറ്റും അല്ല പറയണത്. ആ ഗ്യാരണ്ടിയാണ് അവർ കൊടുക്കുക. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവർ ക്ലീനോമാനിയ എന്നുള്ളത് എന്താ പറയുക, അവരായിരിക്കും ചിലപ്പോൾ ഏറ്റവും രോഗത്തിനും, കാരണം അവർക്ക് പ്രതിരോധം കുറയല്ല. അല്ല, അവർക്ക് പ്രതിരോധം കുറയാന്നല്ല. ഇപ്പം നമ്മൾ ക്ലീൻ ആയിട്ടുള്ളൊരു പാത്രത്തിൽ നമ്മൾ ചെറിയൊരു പൊടി വീണ അറിയും. നിങ്ങൾ തരുന്ന ചായയിൽ പൊടി വീണ നമ്മൾ അറിയില്ലല്ലോ, ഓൾറെഡി ചായപ്പൊടി ഉണ്ട് അതിനകത്ത്. അല്ല, ഞാൻ ഇതിനകത്ത് ഇപ്പം നമ്മൾ കുളിക്കണം എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഈ സൂപ്പർ ഹൈജീനിക് ഫ്രീക്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ADHD എന്നൊക്കെ പറയാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ പേരുകൾ, OCD, ADHD. അപ്പോൾ ഇവരൊക്കെ അനാരോഗ്യവാന്മാരാണ്. എന്താ കാര്യം വെച്ചാൽ വി ആർ മോർ കൺസേൺഡ്. അതാ ഞാൻ പറഞ്ഞത്, കുറേ ക്ലീൻ ആവുമ്പോൾ ആ തോന്നലുണ്ടാകുന്ന സമയത്ത് പഴം പോലും കഴുകിയിട്ട് കഴിക്കുന്ന ഒരാൾക്ക് ഹാർട്ട് അറ്റാക്കും പ്രഷറും എല്ലാ പ്രോബ്ലംസും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിൽ കുടിച്ചിട്ടുള്ളത് വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്ത് തോട്ടുന്ന വെള്ളം കുടിച്ചിട്ടുണ്ട്. നമ്മൾ കുളിക്കുന്ന തോട് എന്ന് പറയുന്നത് എന്തൊക്കെ സാധനങ്ങൾ വന്നിട്ടുള്ളതായിരിക്കും നമുക്കൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ കൺസേൺഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ടല്ലോ. നമ്മളൊരു വെള്ളം കുടിക്കുന്ന സമയത്ത് ഇത് കുടിച്ചാൽ അസുഖം വരും, ഇത് കുടിച്ചാൽ അസുഖം വരും, ഇത് കുടിച്ചാൽ അസുഖം വരും, കുടിച്ചാൽ ഉറപ്പായിട്ടും വരും. അപ്പോൾ കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ, അതാ ഞാൻ പറഞ്ഞ സ്കെയില്, ഞാൻ ഓൾറെഡി ഡിറ്റർമിൻ ചെയ്ത സ്കെയിലിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് വേറൊരാൾ കുടിക്കുന്ന വെള്ളമോ, അല്ലെങ്കിൽ ഇപ്പോൾ ആഫ്രിക്കയിൽ പോകുന്നു, നമ്മൾ വാക്സിൻ എടുക്കാണ്ട് പോയാൽ എന്തായാലും മലമ്പനി പിടിക്കും. അവിടെ ഇരിക്കുന്നവർക്ക് കുഴപ്പമില്ലല്ലോ, അവൾ ഓൾറെഡി അക്ലമറ്റൈസ്ഡ് ആണ്. അപ്പോൾ അക്ലമറ്റൈസേഷൻ എന്ന് പറയുന്നത് വലിയ പ്രോബ്ലമാണ്. ഞാൻ നല്ല തണുത്ത ഫ്രിഡ്ജിൽ നിന്ന് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടാണ് വെള്ളം കുടിക്കുക. എല്ലാവരും പറയില്ല തണുത്ത വെള്ളം കുടിച്ചാൽ ത്രോട്ട് പെയിൻ വരുന്നു. അല്ല, ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണെങ്കിൽ തണുത്ത വെള്ളം കുടിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. ചൂടുവെള്ളം കുടിക്കണം എന്ന് പറയും. ഞാൻ ചൂടുവെള്ളം കുടിക്കാറില്ല, എനിക്ക് ഇഷ്ടമല്ല അതിൻ്റെ ടേസ്റ്റ്. ഞാൻ തണുത്ത വെള്ളം കുടിക്കുക. അപ്പോൾ ഓരോരാളും അവരവരുടെ സ്കെയിലും അതുമായിട്ട് നമ്മൾ അക്ലമറ്റൈസ്ഡ് ആവും. ആ അക്ലമറ്റൈസേഷനാണ് നമ്മൾ പറയുന്ന ക്ലീൻനെസ്. ഞാൻ തീരുമാനിക്കുകയാണ് ഇത്രയൊക്കെയാണ് എനിക്ക് വേണ്ടത്.
അത് എക്സ്പീരിയൻസ് കൊണ്ടാണോ ഇപ്പൊ തണുത്ത വെള്ളം നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കും. ട്രെയിൻ ചെയ്യപ്പെടണം. ഇപ്പൊ നമ്മൾ അമേരിക്കയിൽ പോയാൽ അവർ വെള്ളം കുടിക്കുന്നത് ഐസ് ഇട്ടിട്ടല്ലേ. ഏറ്റവും തണുപ്പുള്ള സ്ഥലമാണ്. ഏറ്റവും തണുപ്പുള്ള സ്ഥലത്ത് നമ്മളെന്താ വിചാരിക്കുക, ചൂടുവെള്ളം കുടിക്കണം എന്നല്ലേ. അവരെല്ലാ കോറിഡോറിലും കാണാം ഐസും വെച്ചിട്ടുണ്ടാവും. നല്ല ഐസായിരിക്കും, അതൊന്നും ഒരിക്കലും ഉരുകിപ്പോയില്ല, അത്രയും തണുപ്പാണ് അവിടെ. എന്നിട്ട് അത് ഇട്ടിട്ടാണ് അവർ കുടിക്കുക. അപ്പോൾ നമ്മൾ ഉള്ളിൽ തണുപ്പുള്ളപ്പോൾ തണുപ്പിക്കുക വേണ്ടത്, പുറത്ത് തണുപ്പുള്ളപ്പോൾ ഉള്ളിൽ തണുപ്പിക്കുക വേണ്ടത്. അല്ലെങ്കിലല്ലേ ഫ്രിക്ഷൻ ഉണ്ടാവുക. ഓരോ സ്ഥലത്തും ഓരോരോ ജീവികൾക്കും ഓരോ മനുഷ്യന്മാർക്കും ഓരോ ജന്തുക്കൾക്കും വ്യത്യസ്തമായിട്ടുള്ള തരത്തിലാണ്. പട്ടി ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ നാവ് പുറത്തിട്ടാൽ മതി. പട്ടി നല്ല ചൂടുള്ള സമയത്ത് നാവ് പുറത്തിട്ടിട്ട് ഇങ്ങനെ അടിക്കുന്നത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത് നാവിലൂടെയാണ്. മനുഷ്യന്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത് ചെവിയിലൂടെയാണ്. നമ്മൾ ചില ആൾക്കാർക്ക് ശ്വാസം മുട്ടുന്നതൊക്കെ പറഞ്ഞാൽ ചെവി തൊട്ട് നോക്കിയാൽ മനസ്സിലായി അയാളുടെ ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ ചെവി നല്ലോണം മൂടിയാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് പുറത്ത് പണിയെടുക്കുന്ന ആൾ നല്ല തണുപ്പുള്ള സമയത്തും നല്ല ചൂടുള്ള സമയത്തും നമ്മുടെ കർഷകന്മാർ എന്ത് ചെയ്തിരുന്നു, തലയെക്കെട്ട് കെട്ടുമ്പോൾ ചെവി മൂടിയിട്ടാണ് കിട്ടുക. ബിക്കോസ് ദിസ് അവർ ആൻറ്റിന. അപ്പോൾ ഓരോ ജീവികൾക്കും വ്യത്യാസമാണ്. ഇപ്പം നമ്മൾ പട്ടിയുടെ രോമം ഷേവ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിൻ്റെ വായ മൂടിക്കെട്ടാണ്ടിരുന്നാൽ മതി. വായ മൂടിക്കെട്ടിയാൽ അതിന് അസുഖം വരും. കാരണം തുറന്നിട്ടാലേ അതിന് പറ്റുള്ളൂ. നമുക്കോ വായ തുറന്നിട്ടാലാണ് അസുഖം വരിക നമ്മൾ പറയും. കാരണം നമ്മുടെ ബാക്ടീരിയ ഒക്കെ അതിനകത്ത് പോയാലും കുഴപ്പമില്ല. ഓരോ ജീവികൾക്കും ഓരോ ജന്തുക്കൾക്കും ഓരോ പ്രാണികൾക്കും പക്ഷികൾക്കും ഓരോ ചെടികൾക്ക് പോലും അങ്ങനെയാണ്. ദിശകൾ ഇന്ന ദിശയിൽ പോയാൽ ആ ചെടിക്ക് കുഴപ്പമുണ്ടാവില്ല, വേറൊരു ദിശയിലാണെങ്കിൽ ചെടിക്ക് ആ അസുഖം വരും. വെയിൽ കൊണ്ടാൽ അസുഖം വരുന്ന ചെടികളുണ്ട്, വെയിൽ കൊണ്ടില്ലെങ്കിൽ അസുഖം വരുന്ന ചെടികളുമുണ്ട്. അതുകൊണ്ടല്ലേ ചില ചെടികൾ നമ്മൾ ഷാഡോയിൽ വെക്കുന്നത്. ചില ചെടികൾ വെയിലത്ത് വെച്ചാലല്ലേ വളരുള്ളൂ. അപ്പോൾ വെയിൽ കൊള്ളണോ കൊള്ളണ്ടയോ ഒക്കെ ഡിഫറൻ്റ് ആണ്. അതിൻ്റെ പുറത്തൂടെ വെള്ളം ഒഴിക്കണോ ചെടിയിൽ താഴത്താണോ കൊടുക്കേണ്ടത്, ഇതൊക്കെ വ്യത്യസ്തമാണ്. ചൈനയിൽ ചെടികൾക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുമല്ലോ, ഡ്രിപ്സ് കൊടുക്കുന്നില്ലേ, കണ്ടിട്ടുണ്ടോ? അറിയില്ല. ചെടികൾക്ക് അസുഖം വന്ന ഉടനെ നമുക്ക് മനുഷ്യന്മാർക്കൊക്കെ ഡ്രിപ്പ് ഇടാറില്ലേ, എന്നിട്ട് ഇഞ്ചക്ട് ചെയ്യില്ലേ, ഗ്ലൂക്കോസ് പോലെ. ഗ്ലൂക്കോസ് പോലെ അതുപോലെ കയറ്റിയിടും. വളരെ സർവ്വസാധാരണമാണ്. കുറെ വീഡിയോസ് ഉണ്ടായിരുന്നു. ചൈനയിൽ വളരെ സർവ്വസാധാരണമായിട്ട് ചെടികളുടെ വൃക്ഷായുർവേദം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ ഇഞ്ചക്ട് ചെയ്യും. അത് ഇഞ്ചക്ട് ചെയ്താൽ അതിനെ ഡയഗ്നോസ് ചെയ്ത് ഇന്നതാണ് അസുഖം എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കെമിക്കൽസ് അതിന് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം ബെറ്റർ. കഴിഞ്ഞ ദിവസം സതീശൻ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ വന്നൊരു ഗസ്റ്റ് ഓഫ് സ്ക്രീനാണോ ഓൺ സ്ക്രീനാണോ പറയുന്നതെന്ന് അറിയത്തില്ല. ഈ കടലിൻ്റെ തീരത്ത് നിൽക്കുന്ന ചില വൃക്ഷങ്ങൾ മുറിക്കുമ്പോൾ അതിനകത്തുനിന്ന് മണൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളം വലിച്ചുകൊണ്ട് പോകുന്ന പ്രോസസ്സ് നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. ഇതെല്ലാം ഭയങ്കര നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ നോക്കിയാൽ ഇപ്പം ഉദാഹരണം നമ്മുടെ കോസ്റ്റൽ റീജിയനിൽ പോയിട്ടുള്ള എല്ലാ തെങ്ങുകളും നോക്കിയാൽ ഹൈറ്റ് കൂടുതലാണ്, ലീനാണ്. എന്താ കാരണം എന്നറിയും? സ്ഥിരമായിട്ട് കാറ്റടിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഈ നാരുകളില്ലേ, നാരുകളാണ് അതിന് ആവശ്യത്തിന് വെള്ളം മുകളിലേക്ക് കൊടുക്കുന്നത്. അത് സ്ട്രെച്ച് ചെയ്ത് പോകും സ്ഥിരമായിട്ട് കാറ്റടിക്കുമ്പോൾ. അപ്പോൾ ലീനായിരിക്കും, നല്ല ഹൈറ്റ് പോകും. അതേ സമയത്ത് അതല്ലാത്ത സ്ഥലത്തൊക്കെ നല്ല തടിച്ചിരിക്കുന്ന അതേ തെങ്ങ് എന്ത് മാറ്റാന്ന് ആലോചിച്ചു. ഇനി അത് എന്തുകൊണ്ടാണ് അത് മെലിഞ്ഞിരിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് കേടാവുന്നതിന് കാരണം നല്ലപോലെ അത് ഒടിച്ചു എന്നിരിക്കും. അതിൻ്റെ ഉള്ളിലുള്ള നെർവസ് സിസ്റ്റം കംപ്ലീറ്റ് കട്ടാവുകയാണ്. നമ്മൾ ഒരു തെങ്ങ് നല്ലപോലെ ചാരിക്കിടക്കുന്ന തെങ്ങിനെ പിടിച്ചു വലിച്ച് നേരെയാക്കില്ലേ, ശരിക്ക് വലിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് വലിക്കാം. ഞാനൊക്കെ ഈ ഇതിട്ടിട്ടാണ് വലിക്കുക, കപ്പിയിട്ടിട്ട് വലിക്കും. ഒരാൾക്ക് വലിച്ച് നീട്ടാം. ഇങ്ങനെയുള്ള തെങ്ങിനെ നല്ല കപ്പിയിട്ടിട്ട് പുള്ളി കൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒറ്റക്ക് വേണമെങ്കിൽ വലിച്ച് കഴിഞ്ഞാക്കാം. പക്ഷെ എന്താ പറ്റുക അറിയോ? അതിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് നാരുകൾ പൊട്ടിക്കഴിഞ്ഞാൽ അത് ചത്തുപോകും. ഒരു കൊല്ലത്തിനുള്ള തെങ്ങ് മരിക്കും. അതേ സമയത്ത് ഞാൻ പതുക്കെ ഒന്ന് മാറ്റി, അതെല്ലാം റീവയർ ചെയ്യും. ഒരു 3 മാസം കഴിയുമ്പോൾ പിന്നെയും കൂടി വെക്കുക, അത് പിന്നെയും റീവയർ ചെയ്യും. ഒന്നും കൂടി ചെയ്യുക, പിന്നെയും റീവയർ. അങ്ങനെ നേരെയാക്കിയാൽ കുഴപ്പമില്ല. അതുകൊണ്ടാണ് അങ്ങനെ വലിച്ചു കെട്ടുന്നത്. അല്ലാതെ ഇങ്ങനെ ഒറ്റയടിക്ക് വലിച്ചു കെട്ടാൻ പറ്റാത്തതുകൊണ്ടല്ല. അതിൻ്റെ ഉള്ളിലൊരു റീവയറിങ് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ജീവികൾക്കും ഈ കഴിവുകളുണ്ട്. സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്ന കഴിവ് എല്ലാ മനുഷ്യന്മാർക്കും ജീവികൾക്കും ഒക്കെ ഉണ്ട്. മനുഷ്യന്മാർക്ക് അത് കൂടുതലും നഷ്ടപ്പെട്ടു ഇല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമുക്കത് നാച്ചുറലായിട്ട് ഇപ്പം എൻ്റെ ഒരു ശരീരം കട്ട് ചെയ്തു തോന്നിയായിരിക്കും, നമ്മൾ തുന്നിക്കൂട്ടില്ലേ ഡോക്ടറെ അടുത്ത് പോയിട്ട്. തുന്നിക്കൂട്ടുന്നത് എന്താണ്? അത് കൂടെ വെക്കാൻ മാത്രമാണ്. പിന്നെ ഉള്ളിൽ ഹീലിംഗ് നടക്കണ്ടല്ലോ.
അല്ലേ? അത് കഴിഞ്ഞിട്ട് അത് എടുത്തു കളയണം. അതുകൊണ്ടാണ് അത് എടുത്തു കളയേണ്ട. നമ്മളിപ്പോൾ ഒരു കട്ടുണ്ടായാൽ എനിക്കത് അടുപ്പിച്ച് പിടിക്കാൻ പറ്റുകയെന്ന് വിചാരിക്കുക കുറേ സമയം. തന്നെ ഒരു 4 മണിക്കൂർ അടുപ്പിച്ച് പിടിച്ചാൽ നല്ല ഗമ്മ കൊണ്ട് ചെയ്യുന്ന പോലെ അത് ഒരു പാടും ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്യാതെ ചെറിയ മുറിവെക്കാണെങ്കിൽ വി ക്യാൻ ഹീൽ ഇറ്റ്. പക്ഷെ അതങ്ങനെ പിടിക്കണം, അല്ലെങ്കിൽ നല്ല പോലെ കട്ടണം. സതീഷിന്റെ ഒറ്റ ചോദ്യത്തിൽ നിന്ന് ഒരുപാട് ഉത്തരങ്ങൾ കിട്ടി. പക്ഷെ ഒരു ഉത്തരം ഇപ്പോഴും അവശേഷിക്കുന്നു. എന്തിനാ കുളിക്കണം? അത് മറ്റുള്ളവർക്ക് അത് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുളിക്കുന്നത്. ഇപ്പൊ കാട്ടിൽ ഇപ്പൊ ഹിമാലയത്തിൽ പോയി വിചാരിക്കും, കൈലാസത്തിലേക്ക് പോകുന്നു, 10 ദിവസം കുളിക്കില്ല ഒരാൾ. കുളിക്കില്ല. അല്ല, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ തൊലി പോകും. അല്ല, ഞാൻ പോയി, ഞാൻ പോയ സമയത്ത് ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും നമ്മൾ ലെയർ കൂട്ടി 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 പോകും. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം വെള്ളം എടുത്തിട്ട് മുഖം കഴുകാൻ വേണ്ടി രാത്രി മുഖം കഴുകണം എന്നൊരു തോന്നലുണ്ടാവില്ല, കാലും മുഖം കഴുകണം എന്നുള്ളൊരു തോന്നലാണ്. ചൂടുവെള്ളം തൊട്ട് മുഖം കഴുകിയപ്പോഴാണ് സീപ്പേജ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഉള്ളിൽ പോയി. രാത്രി കയ്യാനക്കാൻ പറ്റുന്നില്ല, അത് ഉള്ളിൽ പോയിട്ട് ഐസായി. പിന്നെ ഇത് അഴിച്ചു മാറ്റാൻ പറ്റ കഷ്ടപ്പാട് എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ ഐസായിട്ട് അവിടെ ഇരിക്കുമല്ലോ. ഐസായി പോയ കൈ ഫ്രോസൺ ആയി, പിന്നെ അനങ്ങാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു കൈ കൊണ്ട് വേണം ഈ 7 ലെയർ മാറ്റാൻ. എന്നിട്ട് അടിച്ച് പൊട്ടിച്ചിട്ട് ഐസ് ക്ലീൻ ചെയ്തതിന് ശേഷം. അപ്പൊ ഈ ഐസ് ഫ്രോസൺ ആകുമ്പോൾ അവിടുത്തെ ബ്ലഡും ഫ്രോസൺ ആവും. ബ്ലഡ് ഫ്രോസൺ ആവും, അനങ്ങാൻ പറ്റില്ല. ഞാനത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് ഒറ്റ കൈനായിട്ട് തിരിച്ചു വന്നേനെ. ഇത് പിന്നെ മുറിച്ച് കളയാനേ പറ്റുമല്ലേ? വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഫ്രോസൺ ആവും. 10 ദിവസമൊക്കെ ഐസ് ഇട്ടിട്ട് അനങ്ങാണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്താവും? നേരത്തെ പറഞ്ഞല്ലോ, പ്രഷർ മാറുന്ന സമയത്ത് കണ്ണെന്നും നഖത്തിൻ്റെ ഉള്ളിന്നും ഓരോ പല്ലിൻ്റെ ഇടയിലും ചെവിയിലും ഒക്കെ ബ്ലഡ് വരും. അവിടെ ജീവിക്കുന്നവർക്ക് എന്തേ പറ്റാത്ത വെച്ചാൽ എക്ലമറ്റൈസ്ഡ് ആണ്. അവിടെ ജീവിക്കുന്ന ജനങ്ങൾ ഉപയോഗിക്കുന്ന യാക്കിന്റെ തൊലി കൊണ്ടാണ് അവർ ഉടുക്കുക, ചോരയോടുകൂടി ഉടുക്കുക. അവർ കുളിക്കുന്നില്ലല്ലോ. അപ്പൊ 2 നേരം കുളിക്കണം. മലയാളി അവിടെ പോയി കഴിഞ്ഞാൽ വിവരം അറിയും. 2 നേരം അല്ല, 3 നേരം. അല്ല, ഞാൻ പറ്റുന്ന അത്രയും കുളിക്കും. കാരണം ഇവിടെ വേർപ്പുണ്ട്, അവിടെ വേർപ്പില്ല. ഇവിടെ വെള്ളമുണ്ട്, അവിടെ വെള്ളമില്ല. ഐസിൽ കുടിക്കാൻ പറ്റില്ല. അതെ, അത് പിന്നെ ചൂടാക്കണം. അപ്പൊ നമ്മൾ ലാവിഷ് ആയിട്ടുള്ള സ്ഥലത്താണ് ജീവിക്കണം. ലോകത്തിലെ ഏറ്റവും നല്ല സ്ഥലം ഏതാന്ന് വെച്ചാൽ നമ്മുടെ നാട്. സുഖമായിട്ട് ജീവിക്കാം, എന്ത് വേണമെങ്കിലും കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഓക്കെ, താങ്ക് യു ടി പി.